ഇത് കണ്ടങ്ങൾക്ക് തോന്നും വണ്ടി തട്ടിയതാണ്. വണ്ടി തട്ടിയതല്ല, സംഭവം പാർക്ക് ചെയ്തതാണ്. എന്താ അപ്പോൾ ഗൈസ് ഞങ്ങൾ പിന്നെ മൂഞ്ചി ഇതിനാ 850 പാർക്കിൽ വെച്ച് കണ്ടതാണ്. മലയാളം കേട്ട് പരിചയപ്പെട്ടു. നല്ല രസമാണ് അല്ലേ? അപ്പൊ നമ്മള് കൊൽക്കത്തയിലെത്തി. ചുറ്റും മഞ്ഞ ടാക്സികൾ, ഇടക്കിടക്ക് ടാക്സികളൊക്കെ ഉണ്ട്. പിന്നെ രാത്രി ഭയങ്കര രസമാണ്. ഭയങ്കര രസമാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മഞ്ഞ വണ്ടിച്ചാല് പഴയ ബിൽഡിങ്ങുകൾ. അപ്പോൾ ഞങ്ങൾ കൊൽക്കത്ത എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ടൗണത്തെ കുറച്ച് കാഴ്ചകളൊക്കെ വരുന്ന വഴിക്ക കണ്ടു. പാലം കാര്യമായിട്ട് ഞങ്ങൾ അങ്ങനെ കയറി ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ സ്റ്റേ സെറ്റ് ആയിരിക്കുന്നത്. സ്റ്റേ വെച്ചാൽ എന്താ കുറച്ച് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഓരോ ഇതേമാതിരി ഓൾ ഇന്ത്യ റൈഡ് ഇറങ്ങിയതാണ്. മോട്ടോ മച്ചാൻസ് എന്നാണ് പേര്. അപ്പോൾ ഒരു 2 പേരുണ്ട്. 2 പേരാണ് ഒരു വണ്ടിമേ ഇറങ്ങിയതാണ്. അപ്പോൾ അവരിങ്ങനെ കോൺടാക്ട് ചെയ്ത് അവരോട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളും ഒന്ന് മീറ്റ് ചെയ്യാൻ എഴുതിയാണ് നമ്മളങ്ങനെ പോയി. അപ്പോൾ നമ്മൾ ഇവിടെ ഈ കാലം സ്റ്റേ. അപ്പോൾ ഓരോക്കെ ഒന്ന് പരിചയപ്പെടാം. പേര് പറയാം. വിമൽ. നാട്ടില് തൊടുപുഴ. അനന്തു. അടുത്തന്നെ. തൊടുപുഴ. പേര് പറയും. ലിജോ. തൊടുപുഴ. ആളിവിടെ സെറ്റിൽഡ് ആണ്. അപ്പോൾ നേഴ്സാണെന്നല്ലേ പറഞ്ഞത്. ആളിവിടെ നേഴ്സാണ്. അപ്പോൾ ഫാമിലിയൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഇവരാണ് നമുക്ക് ഇന്ന് കിട്ടി. നമ്മൾ കൊൽക്കത്ത നിന്ന് കാണി നമുക്ക് ഫസ്റ്റ് ഇവിടെ നിന്ന് കിട്ടിയതാണ്. വരെ കിട്ടിയതാണ്. അവർ നമുക്കിങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെസ്സേജ് അയച്ചു എവിടെ എത്തി എന്താണെന്നൊക്കെ അവസ്ഥ ചോദിച്ചിട്ട്. ഒരു ഓൾ ഇന്ത്യ ഇറങ്ങിയത് തന്നെയാണ്. ഇനി അടുത്ത് നോർത്ത് ഈസ്റ്റ് തന്നെയല്ലേ? ആ സൈഡ് തന്നെ നമ്മൾ പോകണം. അതേപോലെയാണ് ആ സൈഡിൽ തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. എന്തായാലും ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചറിഞ്ഞ് സംസാരിച്ചിക്കാണ്ട് സെറ്റാകട്ടെ. എന്തായാലും ഓക്കെ. ഇത് റൈഡർ ഇവിടെ എത്തിയാലേ? തൊടുപുഴ ആളതല്ലേ? 2 കൊല്ലല്ലേ? എത്ര? 2 കൊല്ലം. 2 കൊല്ലമായിട്ട് ഇതാ ഇടിയോമലാണ്. L38 ഇതാണ് ആളുടെ വണ്ടി. തൊടുപുഴയിൽ നിന്ന് ഇതുവരെ എത്തിച്ചു. ഉഷാറാവട്ടെ. സംഭവം എന്തായാലും അടിപൊളിയാവട്ടെ. കാണാലോ. പ്ലാനിങ് നടന്നിരിക്കും. റൂട്ട് സെറ്റിംഗും എല്ലാം കിലോമീറ്റർ ബേസ് എവിടെയൊക്കെ എല്ലാം പ്ലാനിങ് അല്ല പ്ലാനിങ് ഒക്കെ ഉണ്ടാണ്ട് നല്ലതാണ്. ഞങ്ങൾ ഒഡീഷയിൽ നിന്ന് ഇറങ്ങി തൊട്ട് അവിടെ നിന്നുള്ള പ്ലാനിങ് ഫുൾ എവിടെ ഇറങ്ങണ്ടേ, ആരും കാണാൻ സ്ഥലങ്ങൾ, അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തല്ലേ? റെഡിയാക്കി സെറ്റ് പൊളി. എന്തായാലും നമ്മളെ ലിജോ ചേട്ടന് എന്തായാലും കുറച്ച് പ്ലാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ ഫുള്ള് നോക്കുമ്പോൾ എന്തായാലും. അപ്പോൾ എന്തായാലും ഓക്കെ. ഞങ്ങളിനി ഇവിടെ കുറച്ച് ഫുഡ് വെക്കാനൊക്കെ ഉണ്ട്. ചിലപ്പോൾ കുക്ക് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കും. അതെല്ലാം ഒന്ന് സെറ്റ് ആക്കട്ടെ. പിന്നെ നമുക്ക് സ്റ്റേൻ്റെ കാര്യം ഇതാക്കാണ്ട് ടെൻ്റ് അടിക്കണോ എന്താന്ന് നമുക്ക് നോക്കണം. ഫുഡ് തപ്പിയുള്ള നടത്താണ് കൊൽക്കത്തയിലെ സ്ട്രീറ്റിലൂടെ. അതെ, നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് കണ്ട് സൽമാൻജി ഫ്രണ്ട് പോകുന്നുണ്ട്. ആള് പോകേണ്ട പിന്നാലെ ഞങ്ങളും പോകുന്നുണ്ട്. നടക്കൽ തുടങ്ങിയിട്ട് അത് അറിയില്ല. നിങ്ങൾ വണ്ടി എവിടെ നിർത്തിയെന്ന് ഒരു ഐഡിയ ഇല്ല. പോയേക്കാ. അതന്നെ എല്ലാരും കിട്ടുന്നുണ്ട്. ബാബാനെ കാണണ ചേട്ടോ. ബാബ മിസ്സിങ്ങാണ്. ബാബ അപ്പുറത്തെ ഗില്ലി കൂടി കയറി. നമ്മളെ കൊൽക്കത്തയിൽ ഇപ്പോൾ ഒരു ഫുഡ് സ്ട്രീറ്റ് കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു ക്ലോക്ക് ഹൗസ് ഉണ്ട്. അതിൻ്റെ നേരെ സൈഡിൽ തന്നെ കുറേ ഉണ്ട്, ഇഷ്ടം പോലെ. വേണ്ടി നടക്കുക. കൊൽക്കത്തയുടെ ഫുഡിൻ്റെ തെരുവിലൂടെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്.
അവിടെ എന്താടാ ഇവിടെ എന്താ ഉള്ളേ അതല്ല ഗൈസിന്റെ തലവരെ ഇവിടെ മുട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഹോട്ടലിൽ ഞങ്ങൾ കയറി. അവിടെ പഞ്ഞിണ്ട്. ഇവിടെ 4 ഉറുപ്പ്യൊക്കെയാണ് റേറ്റിന്. ഇപ്പൊ എങ്ങനെയുണ്ട്? സ്പോഞ്ചാണ്. തല മുട്ടി. അപ്പോൾ എപ്പോഴും തല താത്തിച്ചാണ്, ഇടയ്ക്ക് തല പൊന്തിച്ച. ഓക്കെ ഭാവന മുട്ടിയോ? നോ ഗൈസ്, ഞങ്ങൾ ഫിഷ് റൈസ് ഓർഡർ ചെയ്തു. ഫിഷും റൈസ് കറിയും കിട്ടി. അവിടെ എന്തിനും ഓർഡർ ചെയ്തതിനും എഗ് റൈസ് ഓർഡർ ചെയ്തു. റൈസും എഗ് കറിയും കിട്ടി. അവിടെയും ഞങ്ങൾ പിന്നെ റൊട്ടി എടുത്തു. ഇതാ അടുത്തെന്തായാലും കൊണ്ടുവരാൻ പറയാം. വീട്ടിൽ 4 ഉറുപ്പിക. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് കറങ്ങാൻ ഇറങ്ങുകയാണ്. രാവിലെ നീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ ചായ കുടിക്കാണ്ട്. ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഫുള്ള് കൊൽക്കത്ത ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ്ട്. അപ്പോൾ ഇന്നലെ വന്ന് കണ്ട് ഇന്നലെ നമ്മളിവിടെ കടന്നിട്ട് ഈ ഗ്രൗണ്ടിൻ്റെ അവിടെ നമ്മൾ ടെൻറ്റ് വെച്ച് കണ്ട് വണ്ടി അവിടെ ഇട്ടുകൊണ്ട് അങ്ങനെ കടന്നിട്ടത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി നോക്കട്ടെ, എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് നോക്കട്ടെ. ഇവിടെ കൊൽക്കത്ത ഫുള്ളൊന്ന് കാണട്ടെ. നമ്മൾ കാട്ടാളിനൊക്കെ ഇവിടെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ മാർഗ്ഗങ്ങളെന്ന് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഇവിടുത്തെ ലോക്കൽ ട്രെയിന്, മെട്രോ, അതേപോലെയുള്ള ടാക്സി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാക്സിമം നമ്മളിങ്ങനെയൊക്കെ പോകാൻ പറ്റും. അങ്ങനത്തെ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോവുകയാണ്. ഇതാണ് ഇയാളെ വീട്. മൂപ്പര വീടാണ് കാണുന്നത്. മൂപ്പര വീടിന് നേരെ മുന്നിലേ നമ്മളുണ്ടായിരുന്നത്. ആളുണ്ട്, ആൾ വണ്ടിയിലുണ്ട്. ആളിപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ സബ്വേൻ്റെ അങ്ങോട്ട് ആക്കി തരും. അപ്പോൾ എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഞങ്ങൾ മെട്രോയിലെത്തി. എന്തായാലും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മളെ കുഞ്ഞുട്ടിയും ഷബീറിനും അവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. രവീന്ദർ സദൻ അല്ലേ? രവീന്ദർ സദനക്കാണ് പോകാനുള്ളത്. 20 ഉറുപ്പിയാണ് ടിക്കറ്റ്, ഒരാൾക്ക് 20 ഉറുപ്പിക. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. സാധനം കിട്ടി, ടിക്കറ്റ് കിട്ടി. കൊറിയ മെട്രോ അതിലാണ് കൊറിയ മെട്രോയില്. വേറോടെ പോയി ഇടേണ്ടിടാ. അപ്പൊ അവിടെ പോയൊക്കെ എന്തായാലും കുഞ്ഞുട്ടി വൈതെറ്റി അങ്ങനെ പോയി. മെയിനായിട്ട് ഒറ്റപ്പോക്ക പോയി. പണി കിട്ടി. മാസ്ക് ഇട്ടിട്ട് വേണം കയറി വരാന്. മാസ്ക് ഇല്ലാത്തവരൊക്കെ വന്നേക്കണം. മാസ്ക് ഇടണം. ഒരുപാട് മാസ്ക് ഇടണം അറിയാതെ. സൽമാനെ ചീത്ത പറഞ്ഞു ഗൈസ്. കുറെ നേരം വീഡിയോ എടുത്തിട്ട് ചീത്ത പറഞ്ഞു ഗൈസ്. നമ്മുടെ കുഞ്ഞുട്ടി ഈസ് ബാക്ക്. കുഞ്ഞുട്ടി എത്തിക്കണോ? ആകണോ? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്കിത് ആദ്യമായിട്ടല്ല പുത്തിരിയല്ല. അതെ പുത്തിരിയല്ല. അപ്പം നമുക്ക് സീറ്റ് കിട്ടി. കയറിയേക്കണം എന്തായാലും മെട്രോയില്. സീറ്റ് തന്നെ ഇതിലാണ് ഇരിക്കുന്നത്. കുഞ്ഞുട്ടി അപ്പുറത്തുണ്ട്. പിന്നെ അൻഷിനുണ്ട്, നമ്മളെ സാപ്പുണ്ട് അവിടെ. എന്തായാലും നമുക്ക് രവീന്ദ്രനാഥ് സദനിൽ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ എന്തായാലും അപ്പം ഞങ്ങള് ചിക്കൻ ചോമേൻ അയച്ചുണ്ട്. എൻ്റെ കഴിച്ച് കഴിഞ്ഞു. ഇത് ചിക്കൻ റൈസ് എടുത്തുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സാധനം അടിപൊളിയാണ് ഇവിടെ. അതേപോലെ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എഗ് ചൗമീനാണ് ഞാൻ എടുത്തത്. അതിനെത്ര 50 ഉറുപ്പ്യ ഒക്കെ ഉള്ളൂ. 50. എഗ് ചൗമീൻ റൈസിന് എഗ് ചൗമീന് 40 ഉറുപ്പ്യ, ചിക്കൻ ചൗമീന് 50 ഉറുപ്പ്യ, ചിക്കൻ റൈസിന് 55 ഉറുപ്പ്യ. റേറ്റൊക്കെ ഭയങ്കര കുറവ് തന്നെയാണ്. അടിപൊളി സാധനമുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ക്വാളിറ്റി ഉണ്ട്. സോസ് ആയിട്ട് ഗ്രേവി ആയിട്ട് അങ്ങനെ അടിപൊളി. ഒരു രക്ഷയില്ല കേട്ടോ. ഇതാണ് ആളെ ഷോപ്പ് ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വിക്ടോറിയ പാർക്കിൻ്റെ ഫ്രണ്ടിലാണ്. ഗോപുരം പറ്റുമോ? ഫോണിലെടുക്കാം.
അതൊന്നും പറഞ്ഞിട്ടില്ല. അല്ലേ എഴുതിയില്ലേ ഡ്രോൺ പറ്റൂല എന്ന് എഴുതിയില്ലേ? അപ്പോൾ ഗൈസ് ഡ്രോൺ പറ്റൂല അതിൻ്റെ ഉള്ളിൽ. എന്തായാലും ഡ്രോൺ എടുക്കണില്ല. എന്തായാലും ടിക്കറ്റ് എടുത്ത്. എവിടെ ടിക്കറ്റ് കാണിച്ചാ? ചൊറുക്കല്ലേ? ആ 30 റുപ്യാണ്. 30 റുപ്യേൻ്റെ ടിക്കറ്റ് ഉണ്ട്. 30 റുപ്യക്കുള്ള ടിക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് കണ്ട് ഞങ്ങൾ കയറി. എന്താ വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ. വെൽക്കം ടു വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ. ഇതാണ് സംഭവം. ഡ്രോൺസ് ആർ പ്രോഹിബിറ്റഡ്. അത് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എഡ്വാർഡ് ഏഴാമൻ അല്ലേ? യെസ്. ആളുടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് അവിടെ. എന്തായാലും ആ കാണുന്നതാണ് നമ്മളെ വിക്ടോറിയ മെമ്മോറിയൽ ഹാള്. പോയി നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം അടുത്തെത്തി. വിക്ടോറിയ മെമ്മോറിയൽ ഹാളിൻ്റെ അടുത്തെത്തിക്കണു. കുറച്ചൊക്കെ നടക്കാണ്ട്. യെസ്. ഇവിടെ കുറേ കപ്പിൾസ് ഫോട്ടോഗ്രാഫി എടുക്കുന്നുണ്ട്. കുറേ കപ്പിൾസ് അല്ലാത്തവർ ഫോട്ടോഗ്രാഫി എടുക്കുന്നുണ്ട്. എല്ലാവരും ഫോട്ടോഗ്രാഫി എടുക്കുന്നുണ്ട്. വണ്ടർഫുൾ ബിൽഡിങ്. ഫുൾ മാർബിൾ ആട്ടോ. ഇന്ത്യയിലെ ലാർജസ്റ്റ് മാർബിൾ ബിൽഡിംഗ് ആട്ടത്. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. ഗൂഗിൾ വെച്ച് അതാ പറഞ്ഞത്. ഇതിവിടെ പോവാ. നമുക്ക് നടന്ന് നേരെ പോയാലോ? പറ്റില്ല. മഹേഷ് ഫോട്ടോഗ്രാഫി. ഓ ഇതിൽ കൂടെ റിസ്ക് ആണ് നടക്കാൻ. കണ്ട് ഉരുളങ്കല്ലാണ്. ഉരുണ്ട് പോവാണ്. എടാ 20 റുപ്യ ടിക്കറ്റ് കണ്ടോ? അതെന്തിനാ അടുത്താ? ഇതെന്താ 20 റുപ്യ ടിക്കറ്റ്? കുട്ടികൾക്ക് അതല്ല എന്തായാലും കയ്യിൽ പിടിച്ചു തന്നു ആവശ്യം വരും. നമ്മൾ വിക്ടോറിയ മെമ്മോറിയൽ ഹാളിൻ്റെ അകത്തേക്ക് ഇവിടെ എൻട്രി ആണ്. ഇവിടെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഈ ഉച്ചയാണെന്നുണ്ടെങ്കിൽ ഉച്ചക്കൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അതാകുമ്പോൾ ഉള്ളിൽ നല്ല തണലായതുകൊണ്ട് ഇനി ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തായാലും പോയേക്കാം ഗൈസ്. അപ്പോൾ ടിക്കറ്റ് ഞങ്ങൾ ഇവിടെ നിന്നാണ് കൊടുത്തത്. ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് കയറി ഉള്ളിൽ കയറാം. പ്രൊസീജിയറുണ്ട്. യെസ്. സാധനം അതേപോലെ അങ്ങോട്ട് എത്തിക്കണു. സേഫാണ് ഗൈസ്. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ കാണി നമ്മൾ ഉള്ളിലേക്ക് കയറി. ഇതാണ് ഹാള്. അടിപൊളി. ആഹാ ഒരു രക്ഷയില്ല കേട്ടോ. പൊളിയാണ്. അത് ഇതല്ലടാ. വേറെന്നാണ് ചോദിച്ചത്. നേതാജി വോർ ഹിസ് ക്യാപ് ഡ്യൂറിങ് എക്സൈൽ ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ എക്സൈലിൻ്റെ ടൈമിലാണ് മൂപ്പര് വേറെ ചെയ്ത് കണ്ടത്. മനസ്സിലായില്ലേ? അതാണ്. ഓരോരുത്തർ 8ൻ്റെ കൂളിംഗ് ഗ്ലാസ്. അതിലെന്താ ഉള്ളത്? ഇന്ത്യ. ഇതെന്റെ പുത്തൻ റൈബാൻ ഗ്ലാസ്. വളഞ്ഞുകൊണു ചെറുതായിട്ട്. ഇത് ജാക്കറ്റാണ്. ലൈക്ക് ഓഫ് ഹെയർ ഓഫ് ടട്ടിയ ടോപ്പ്. ഇതാണ് തോപ്പ്. അന്ന് യൂസ് ചെയ്യുക. അന്നത്തെ കാലത്ത് യൂസ് ചെയ്തതിൻ്റെ തോപ്പ്. മുടി. ആ തോപ്പിനുള്ള കുടുങ്ങിയ മുടിയാണത്. ആണാണ്. ആ ആണോ? അറിയില്ല. തോപ്പ് എവിടെയാണെങ്കിൽ തോക്ക് ഇവിടെയാണ്. എൻഫീൽഡ്. സംഭവമാണ്. ഇതതിൻ്റെ ഒരു രൂപം. ഇതാണ് അതിൻ്റെ മോഡലാണ്. ഒറിജിനൽ മോഡലാണ്. നമ്മൾ ഇവിടെ ആയിക്കൂടെയാണ് കയറിയത്. ഇവിടെ ഇറങ്ങും. ഇതിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് സംഭവങ്ങൾ കാണാണ്ട് ഒരു രക്ഷയില്ല. പണ്ട് കാലത്ത് ഇങ്ങനെയാണോ അത് കാണാൻ കഴിയാം. പണ്ട് നമ്മൾ ഈ റോഡ് നമ്മളിതൊക്കെ വരുന്നതിന് മുന്നോട്ടോ. ഇതാ താജ്മഹലാ? അതെ. താജ്മഹലാണേ. അതെ താജ്മഹലാണത്. അത് മറ്റേതോ പറഞ്ഞെടുക്കണ്ട. ഇത് നല്ല വലിയ ഹോള്. ഇവിടെ അതാണ് ഹരിദ്വാർ. വേണ്ടിട്ട് ഇവിടെ വലിയൊരു പെയിൻറ്റിങ് ഉണ്ട് അല്ലേ? സെറ്റപ്പ് പെയിൻറ്റിങ് ആട്ടോ. രക്ഷയില്ല. കുറേ പെയിൻറ്റിങ് ഉണ്ട് ഇവിടെ.
ഇതപ്പുറത്തതാ ബ്രിട്ടീഷുകാർ അടിമകളെ ആക്കി വെച്ചിൻ്റെ സംഭവം. ഇത് വേറെ ഇതാ മറ്റേ പിയാനോ, വലിയ പിയാനോ, വലിയ പിയാനോ, സെറ്റപ്പ് പിയാനോ. പിയാനോ തന്നെയല്ലേ പറയാ? യെസ്. ഇത് പായ്ക്കപ്പലല്ലേ ഇത്? ആ പായല്ലേ? പായല്ലേ? പായില്ലാത്ത കപ്പലാണ് ഓരോ ആൾക്കാർ കൊടുത്തിരിക്കുന്നുണ്ട്. മോഡൽ ഓഫ് ഈസ്റ്റ് ഇന്ത്യൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് സംഭവം. ആലുംഗീർ മോഡലാണ്. ഇതാണ് വലിയ ക്യാൻവാസ് നമ്മൾ നേരത്തെ കാണിച്ചത്. വൺ ഓഫ് ദ വേൾഡ് ലാർജസ്റ്റ് ഓയിൽ പെയിന്റിംഗ് ഓൺ എ സിംഗിൾ ക്യാൻവാസ്. സിംഗിൾ ക്യാൻവാസിലാണ് ഓയിൽ പെയിന്റിംഗ് ആണ്. എന്തായാലും മസ്റ്റായിട്ടും കൊൽക്കത്ത വരുമ്പോൾ ഈ മ്യൂസിയത്തിലും ഈ ഒരു ഹാളിൽ എന്തായാലും നിങ്ങൾ വരണം. അടിപൊളിയാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള മാത്രമുള്ള സംഭവങ്ങൾ നമ്മൾ കുറച്ചും പാടിയ രീതിയിൽ മനസ്സിലായോ. ഇത് ഞങ്ങൾ തന്നെയാണല്ലോ. അത് ആരാണ് ഇത് മറ്റേ ഇവര് പൊളിയാണ്. ഇവര് പണ്ടത്തെ അതിലൊക്കെ ഉണ്ടായിട്ട് ഇയാളെ കൂട്ടില്ല. ഇയാള് വേറെയാണ്. ഇയാളെ തന്നെ ആള് നമ്മുടെ നാട്ടിലാണ് വർക്ക് ചെയ്യണത്. വെച്ചാൽ നമ്മളെ കോഴിക്കോട്ടാണ്. കോഴിക്കോട്ടിലെന്തോ ഫർണിച്ചറിൻ്റെ എന്താണ് നാം ക്യാ? ഷേഖ് അബ്ദുൽ അസീസ് എന്നാണ് ആളെ പേര്. അത് കോഴിക്കോടുള്ളതാണ്. എന്തായാലും हमारा यूट्यूब चैनल है मैप ऑफ काटाड़ा यूट्यूब चैनल है ഓൾ ഇന്ത്യ റൈഡ്. ഓൾ ഇന്ത്യ. അപ്പോൾ ആളെ കണ്ടു. ആള് ഇങ്ങോട്ട് കണ്ടേക്കാൻ നമ്മളോട് ചോദിച്ചു കേരളത്തിൽ നിന്നാണോ, കേരളത്തിലെവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ മലപ്പുറമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ കോഴിക്കോട് വർക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു നമ്മളോട് ഇങ്ങോട്ട്. നമ്മളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം. അതിലൂടെ സൽമാന് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. സൽമാൻ 50 റുപ്യ മേടിച്ചോ? ഫോട്ടോ എടുക്കൽ മാത്രമേ ഉള്ളൂ. സൽമാന് ഫോട്ടോ എടുക്കുന്നുണ്ട്. 50 റുപ്യ മേടിച്ചോ? ചൊറുക്കുണ്ട് നോക്കാണ് ഇവിടെ. ചൊറുക്കുണ്ട്. അങ്ങനെ മേലെ കുറേ ഓയിൽ പെയിന്റിങ്ങുകളുണ്ട്. പൊളി അല്ലേ? ഒന്നും പറയാനില്ല. പൊളി. അതേപോലെ ബൂട്ടുണ്ട്. വലിയ ബൂട്ടൊക്കെ ഉണ്ട്. വലിയ മുട്ടിൻ്റെ വരെ അത് കിട്ടും. അത് കിട്ടിയ ലാഭം. ഇത് പിന്നെ എല്ലായിടത്തും ഉണ്ട്. ഇവര് ടോപ്പാല. ഇവരുണ്ടാവും ഇടക്കിടക്ക് ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ മേലക്ക് കുറവുണ്ട്. നോ എൻട്രിക്കാണ് അവിടെ എഴുതിക്കണു. അത് അങ്ങോട്ടല്ലേ? അങ്ങോട്ട് എന്തായാലും പോയോക്കാം. നമ്മൾ മേലക്കെത്തി. ഇവിടെ പ്രൊജക്ടറൊക്കെ വെച്ച് കണ്ട് ചരിത്രങ്ങൾ പറയുന്നുണ്ട് ഇവിടെ. എന്തായാലും വേറെ നോക്ക്. ഇത് എൻ്റെ നോക്കാം. റൈഫിലാണ്. ഇതാ ലോഡ് ചെയ്യണ്ട ഇങ്ങനെ ആക്കിയിട്ട് ആ സാധനം അങ്ങനെ. സൽമാൻ ഇപ്പോഴും ഓല വിട്ട് പോയിട്ടില്ല. ഓല ഇതാക്കിക്കൊണ്ട് നിൽക്കാണ്. എന്ത് ഇधर लाइट नहीं है? भाई तो बोल रहा है लाइट नहीं है यहाँ. हाँ लाइट नहीं है. ഇന്നലെ നമ്മളെ സൽമാൻ പേരെ കൊണ്ട് കുടുങ്ങിക്കണു. സ്വീപ്പ് ആയിക്കണു ആകല്ലേ. ഓനായി വല്ല പട ഞങ്ങളൊന്നും അറിയില്ലേ. ഇപ്പോൾ കഴിച്ച് ഞങ്ങളിതാ ഉള്ളിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്ത് പോയില്ല. പാർട്ടിട്ട് പോവാം അല്ലേ?
പാർക്കിൻ്റെ സൈഡിലേക്ക് പോവാണേ. ഓ ജനങ്ങൾ നടന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേ. അപ്പോൾ നല്ല വെയിലാണ് അറിയപ്പോഴത്തേന് ആൾക്കാർ നിറഞ്ഞു. ഈ സമയത്താണ് വെയിൽ തന്നെയാണ്. ഓ എന്തായാലും ഇനി പാർക്ക് പോയേക്കാം. അപ്പോൾ കഴിച്ചാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇത് എവിടുത്തെ ആൾക്കാരാണാവല്ലേ? നമ്മൾ സെറ്റല്ലേ? അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇനി ഇതാ ഞങ്ങൾ പാർക്കിക്ക് പോവുകയാണ്. പോയവരാണ്ട് നല്ല വെയിലാണ്. താത്ത ക്ഷീണിച്ചുകൊണ്ടിരിക്കാനാണ്. അതെ. അപ്പോൾ അവിടെയുള്ള ഗാർഡ്സ് സെക്യൂരിറ്റി ഗാർഡ്സ് അവിടെ ഇരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ നീച്ചിക്കാണ്ട് നീച്ച് നടക്കണം. ഇപ്പോൾ ഗൈസ് അപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങി. നമ്മളെ ഹാളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. വെയിൽ ആറി തുടങ്ങുന്ന ടൈമാണ്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകണം. മറ്റുള്ള ഫ്രണ്ടിലുണ്ട്. ഇതൊക്കെ അങ്ങനെ നടന്നു പോവാണേ. പോയി നോക്കാം എന്തായാലും അങ്ങോട്ട്. ഇവിടെ എന്തായാലും ഇവിടുന്ന് ഫുള്ള് കണ്ട് നമ്മൾ ഇറങ്ങി. പാർക്ക് കാര്യങ്ങൾ വൈകുന്നേരം ടൈമിലാണ് ആൾ കൂടുക. ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കണം. ഇനിയിപ്പോൾ എന്തായാലും പോയി നോക്കാം. അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കണം. ഗൈസ് ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടൊരു പാർക്കിംഗ് ആണ്. കണ്ടപ്പോൾ എന്തായാലും കാണിച്ചു തരാൻ തോന്നി. കൊൽക്കത്തയിൽ വന്നാണ് അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. ഇത് കണ്ടങ്ങൾക്ക് തോന്നും വണ്ടി തട്ടിയതാണ്. വണ്ടി തട്ടിയതല്ല, സംഭവം പാർക്ക് ചെയ്തതാണ്. എജ്ജാതി പാർക്കിങ് കണ്ടില്ലേ? ഓ ഇവിടെ വൻ ക്യാപ്പാണല്ലോ. ഇവിടെ നിന്നാണ് ഗ്യാപ്പുണ്ട്. ഇത് ബാക്കി ഇവിടുന്ന് ഫുള്ള വലിയൊരു ഗ്യാപ്പില്ല. ഓ हेवी पार्किंग गैप नहीं है बीच में. क्या वो चलता है कोई प्रॉब्लम नहीं है. लेकिन देखो सब चलता है. लेकिन वापस नहीं जाएगा. तो हम लोग जब आएगा फिर चलेंगे उसको. कैसे? लेकिन पूरा देखो इसी तरह है ना बाहर जाएगा. हेवी ड्राइविंग हेवी. ആള് പോവാണ്. നീ കാണിച്ചു തരും. നമ്മളെ വണ്ടിയാണ് ഒന്നും ഹാൻഡ് ബ്രേക്ക് ഇടൂല. ഹാൻഡ് ബ്രേക്ക് ഇടൂല ഗൈസ്. ഹാൻഡ് ബ്രേക്ക് ഇടൂല. വേണ്ടതിനനുസരിച്ച് നീക്കി കൊണ്ടുപോവാ. നീക്ക കട്ട വെക്ക. കട്ട ഇങ്ങനെ വെച്ച് പോവാ. ഓക്കെ ടെക്നിക്ക് ഇപ്പൊ ടെക്നിക്ക് മനസ്സിലായി. പുതിയ റിബൺ പൊട്ടിച്ചിട്ടില്ല. ഇതിപ്പോ കയറ്റിട്ട് സീനൊന്നുമില്ല. എന്തായാലും മറ്റേ ഇതില് പറഞ്ഞാൽ വരാനുള്ളത് വരും. എങ്ങനെയാണ് ആ ഡയലോഗ് ഉണ്ടല്ലോ. സംഭവം എന്തായാലും പൊളിയായി. ന്യൂട്രൽ ഇട്ട് ഹാൻഡ് ബ്രേക്ക് താത്തിയിട്ട് മൂട് കൊണ്ട് നീക്കുക. ഉന്തി ഇങ്ങനെ വണ്ടി കൊണ്ടുപോവുക. ബാക്കിയുള്ള വണ്ടി ഉന്തിക്കാണ്ട് എന്നിട്ട് നമ്മൾ വണ്ടി എടുക്കുക. കട്ടച്ചിക്കാണ്ട് പരിപാടി. സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് ഇവിടെ ഒരു വണ്ടിയും ബമ്പറും ഇതൊക്കെ പൊട്ടിയാലും നന്നാക്കാത്തത്. അതേപോലെ ബമ്പർ പൊട്ടാൻ കാരണം മെയിനായിട്ട് അത് തോന്നുന്നുണ്ട്. കട്ട നിർബന്ധമാണ്. രക്ഷയില്ല. അങ്ങനെ ഗൈസ് ഞങ്ങൾ പാർക്ക് സ്ട്രീറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. പാർക്ക് സ്ട്രീറ്റ് പറഞ്ഞപ്പോൾ ഈ ഒരു കെട്ടിടം കണ്ടാണ് ഞങ്ങൾ വന്നത്. ഏതോ ഒരു ഇൻസ്റ്റയിൽ ആരോ ഇട്ടുക്കണോ. അതിൽ കണ്ടപ്പോൾ നല്ല ചെറുത്തുണ്ടായിരുന്നു. നമ്മളെ പറ്റിച്ചു ആൾക്കാർ നമ്മൾ ഇൻസ്റ്റയിലിട്ടിട്ട്. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഇതിൻ്റെ മുന്നിലെത്തിയിട്ടാണ് ഞങ്ങൾ ആൾക്കാരോട് ചോദിച്ചത് പാർക്ക് സ്ട്രീറ്റിൽ അത് കാണാനുള്ളത് നോക്കിയാണ്ട് ഇൻസ്റ്റ നോക്കിയപ്പോഴാണ് സംഭവം ഇതാണ്. എന്തായാലും ഇവിടെ നിന്ന് നടന്നു നോക്കട്ടെ. എന്തേ റയ്യ എന്നാണ് എല്ലാവരും വിളിച്ചുകൊണ്ടുകൊണ്ട്. ഇത് റയ്യ
അപ്പൊ ഞങ്ങളും മിത്രയ്യാന്ന് പോയോക്കട്ടെ. ഞങ്ങളിത് ഫോണും ഇല്ല, ബാബാൻ്റെ ഫോണിൽ പൈസ ഇല്ല. കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇവരെ കിട്ടിയിട്ടുണ്ട്. കുറെ കോട്ട് നമ്മളിവിടെ എല്ലാ സംഭവവും ഉണ്ട്. ചീപ്പ് റേറ്റ് ഉള്ളൂ. അങ്ങനത്തെ ഈ ഫോണിൻ്റെ കവർ 2 350 300 കൊൽക്കത്ത ന്യൂ മാർക്കറ്റ് അങ്ങനെ തന്നെ അല്ലേ? ഈ ക്രൗഡിൻ്റെ ഇതിനാ 850 880 കേട്ടോ. ഇതിലാണ് ബ്ലൂ, ബ്ലാക്ക്, പിസ്ത ഗ്രീന്, റെഡ് ഒക്കെ വരുന്നുണ്ട്. മൊബൈൽ കവേഴ്സ് അടിപൊളി ചെരുപ്പുകളുണ്ട് ഇവിടെ. ചീപ്പ് റേറ്റുകൾ തോന്നുന്നുണ്ട് അല്ലേ? ഇതാണ് ഇവിടെ ഓരോരുത്തരെ കാലുമില്ല ഫ്രീക്ക് 300 250 ഒക്കെ ഉണ്ട്. പല റേറ്റ് ഉണ്ട്. ഇതാണ് മരത്തിന്റെ ചെരുപ്പാ. എടാ മരത്തിന്റെ ചെരുപ്പാ ലെതർ കുട്ടികൾ. വീഡിയോ എടുത്താ സൈഡ് വീഡിയോ എടുത്തു. ഞങ്ങള് ഈ സൈഡ് ആ സൈഡ് വീഡിയോ എടുത്തപ്പോൾ ഈ സൈഡ് എടുക്കാൻ പറഞ്ഞത്. ഇവിടെ നല്ല അടിപൊളി ട്രാക്ക് പാൻസ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ആയിട്ട് പർച്ചേസ് ചെയ്യണ്ടേ? വെറുതെ ഇങ്ങനെ ചോദിച്ചല്ല, അതൊന്നുമില്ല. 850 റുപ്യ ഈ സാധനം ഞാൻ ഡൽഹിയിൽ 100 റുപ്യക്കൊന്ന് 50 റുപ്യക്കും കിട്ടുന്ന സാധനമാണ്. 7ാം ക്ലാസ് പഠിച്ചെന്നല്ലേടാ. ഇത് വലിപ്പം കൂടുതലുണ്ടേ. ഇല്ല കുഞ്ഞുട്ടിയെ വാങ്ങൂല്ലെങ്കിൽ അവിടുക്കാണ് നമ്മള്. ഉണ്ടല്ലോ ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങാതിരിക്കരുത് കേട്ടോ. സാധനം വാങ്ങിൻ്റെ അടി കിട്ടും. ബാർഗൈൻ നമ്മൾ ചെയ്തിട്ട് വാങ്ങാതിരുന്നാൽ നല്ല പ്രശ്നം. എവിടെ? അവിടെ സ്പൈഡർമാൻ നിൽക്കുന്നുണ്ട്. പഴയ ബിൽഡിങ്ങുകളുണ്ട് ഇവിടെ. കാണാൻ നല്ല രസം. പിന്നെ ഇവിടുത്തെ ബസ് എല്ലാം കൊണ്ടും സെറ്റപ്പാ. ഇതൊക്കെ പഴയ കെട്ടിടങ്ങളാണ്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കുറേ പള്ളിയുണ്ട് ഇവിടെ. അപ്പോൾ ഗൈസ് ഞങ്ങളിങ്ങനെ പിന്നെയും മൂഞ്ചി നടന്ന് കുറേ നടന്ന് വന്ന് നമ്മളെ കൊൽക്കത്തയിൽ മാത്രമല്ല, ഇന്ത്യയിൽ കൊൽക്കത്തയിൽ മാത്രമുള്ള ട്രാം എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഇങ്ങനെ പോണ വണ്ടി ഉണ്ടല്ലോ, റോഡ് കൂടെ പോണേ തീവണ്ടി പോലെ. അപ്പോൾ ഇന്നില്ല, ഇനി നാളെ 1 മണിക്കുള്ളൂ പറഞ്ഞു. ഇനി നാളെ വരേണ്ടി വരും. ഇനി തിരിച്ചു പോകണം. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചോദിക്കാൻ വേണ്ടി ഒരു സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ മലയാളം കേട്ടാണ്. മൂപ്പര് ചോദിച്ചു കേരളത്തിലാണോ? അപ്പോൾ കേരളത്തിൽ എത്ര 3-4 കൊല്ലമായിട്ട് വർക്ക് എടുത്താണ് എന്നൊക്കെ പറഞ്ഞു. ഇനി എന്തായാലും തിരിച്ച് അതേമാതിരി നടക്കണം. അങ്ങോട്ട് അപ്പം സെറ്റാട്ടോ. മിസ്സായിപ്പോയി. ഞങ്ങള് ട്രാം പോയോക്കി, പക്ഷെ അത് നടന്നില്ല. എന്താ ടൈം കുറേ വൈകി. എന്തായാലും നാളെ പോയോക്കും. ഞങ്ങളുള്ളത് ബസ്സിലാണ്. പിന്നെ ഹൗറ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഹൗറ ബ്രിഡ്ജ്. ഓക്കെ, മറ്റേ നാളെ പോവാം. അവിടെ വെച്ച് കാണാം. ഹൗറ നമ്മൾ കുഞ്ഞുട്ടിയുടെ മുന്നേ തന്നെ കാഴ്ചകൾ കാണാൻ വേണ്ടി അവിടെ പോയി നിൽക്കുന്നുണ്ട്. ഒരാളെ നമ്മളിപ്പം കുറച്ച് നേരമായിട്ടുണ്ട്. ആരാരും മനസ്സിലായിട്ടുണ്ടാവില്ല. ആളെന്നെ പരിചയപ്പെടുത്ത് പേര് പാലക്കാട് ഒറ്റപ്പാലാണ് സ്ഥലം. യാത്രയൊക്കെ വന്നാണ്. സോളാണ് മലയാളം കേട്ട് പരിചയപ്പെട്ടു. മധ്യപ്രദേശിൽ പഠിക്കുകയാണ്. മധ്യപ്രദേശ് IGNTU പഠിക്കുകയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. പിന്നെ എന്തുവേറെന്താ അറിയാന്ന് ചോദിച്ചാൽ എന്നാലും ആളെ കുറച്ചും കൂടി ഞങ്ങൾക്ക് പഠിക്കാണ്ട്. ആളെ കുറേ കാര്യങ്ങൾ ആള് പറഞ്ഞു തന്നു.
പോകുമ്പോഴൊക്കെ വിളിച്ചാൽ പറയണ്ട. അപ്പൊ ബീഹാറിൽ സെറ്റായി. അതെ, വീഡിയോയിൽ ഇനി ഉണ്ടാവും ആള്. തുടർച്ചയായിട്ട് കുറച്ച് ഫുള്ള് ഉണ്ടാവും ആള് നമ്മളപ്പോ. എന്തായാലും ഞങ്ങളിനി ഇവിടുന്ന് പിന്നെ 4 ദിവസം ടൂർ പോകും. അങ്ങനെ വൈബാണ്, ആള് വൈബാണ്. 20 സംസ്ഥാനം അല്ലേ? ബസ്സിലൊക്കെ പോവാം. അതെ, ആള് പൊള്ളിയാണ്. എന്തായാലും കുറച്ച് ഇനി ആള് നമ്മളൊപ്പം ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഹൗറേക്കൊന്ന് പോവാം, എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടാം. എന്നിട്ട് ബാക്കി പിന്നെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവിടെ നിന്ന് മേടിച്ചാട്ടോ, ഇവിടെ നിന്ന് മേടിച്ചാണ്. ഇനി സാധനങ്ങൾ പർച്ചേസിംഗ് ഉണ്ട്, വരാനുണ്ട് സാധനങ്ങൾ.